നമ്മുടെ താരരാജാവ് ലാലേട്ടൻ്റെ നായകന്മാരൊക്കെ പല രീതിയിലും ചിലർ മരിച്ചു, ചിലർ ഒരുപാട് ദുഃഖം അനുഭവിച്ച് ജീവിക്കുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ കഷ്ടതയിൽ ജീവിക്കുന്നുണ്ട്. അതൊരുപോലത്തെ ഒരു നടിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. അശ്വതി. അശ്വതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും മറക്കില്ല. ബോയിങ് ബോയിങ് എന്ന് പറഞ്ഞ പടത്തിലെ നായികയാണ്. എന്ത് നല്ല അഭിനയിൽ കാഴ്ചവെക്കെന്ന് അറിയാം. എന്ത് ഐശ്വര്യമുള്ള മുഖമെന്നറിയാം. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ നടിയാണെന്ന് തോന്നുള്ളൂ, പക്ഷെ ആന്ധ്രയാണ് ദേശം. സിനിമയിൽ 80-90 കാലഘട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടിയായിരുന്നു. അങ്ങനെയാണ് പ്രിയദർശൻ ഇതിൽ അഭിനയിപ്പിച്ചത്. വളരെ കുറച്ച് പടങ്ങൾ മാത്രമാണ് മലയാളത്തിൽ അഭിനയിച്ചുള്ളൂ. പക്ഷെ നമുക്ക് ആ മുഖം, ആ ബോയിങ് ബോയിങ് സിനിമയൊക്കെ നമ്മൾ വളരെ 10, 15, 20 പ്രാവശ്യമൊക്കെ കണ്ട സിനിമകളാണ്. അങ്ങനെ ഈ അതിലത്തെ 3 നായികന്മാരെയും, മാധുരി, അതുപോലെ തന്നെ അശ്വതി, അതുപോലെ ലിസി, ഇവരൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു പടമൊന്നും ഇപ്പോൾ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ നടി അനുഭവിച്ചുള്ള വിഷമങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഇതൊക്കെ അനുഭവിച്ച് അവസാനം മരിച്ചു. ഈ കുട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിലൊക്കെ നല്ല പടത്തിലൊക്കെ അഭിനയിച്ച് തമിഴിലൊക്കെ നല്ല പേരൊക്കെ എടുത്ത്, അതുപോലെ തന്നെ ആന്ധ്രയിലും തെലങ്കാനയിലൊക്കെ ഉള്ള പടങ്ങളൊക്കെ അഭിനയിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ചിലവർ വരും കല്യാണം കഴിക്കാൻ, പ്രേമിക്കാൻ. അങ്ങനെയാണ് ഈ നടികൾക്ക്, കുറേ നടികൾക്ക് അബദ്ധം പറ്റുന്നത്. അതാ ഈ നടിക്കും പറ്റിയത് അത് തന്നെയാണ്. നല്ല ഫേമസായി നിൽക്കുന്ന സമയത്താണ് ഒരു പ്രേമം ഉണ്ടാവുന്നത്. ഒരു കാരണവശാലും വീട്ടുകാരായിട്ട് കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അപ്പോൾ അയാൾ എന്തെന്ന് വെച്ചാൽ ഈ കുട്ടിയോട് പറഞ്ഞു, അശ്വതിയോട് പറഞ്ഞു, നമുക്ക് രഹസ്യ വിവാഹം കഴിക്കാമെന്ന്. പ്രേമല്ലേ, എന്ത് വിവാഹം കഴിക്കാനും ഓടി പോകാനും എല്ലാത്തിനും തയ്യാറല്ലേ. അങ്ങനെ രഹസ്യ വിവാഹം കഴിക്കുന്നവർ രഹസ്യ വിവാഹം കഴിച്ച് അങ്ങനെ കുറച്ച് നാളങ്ങോട്ട് ജീവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ തനി നിറം ശരിക്ക് അശ്വതിക്ക് മനസ്സിലായി. എന്താണ് അവരുടെ തനി നിറം? ഇവന് കാശ് വേണം. ഒരു കാശ് കുറേ വിളയിലുണ്ടായിരുന്നു. ആ കാശൊക്കെ തട്ടിയെടുത്ത് ഇതിനെ വഞ്ചിച്ച് അവൻ്റെ പണിക്ക് പോയി. അതോടുകൂടിയിട്ട് പിന്നെ അവനെ തപ്പി നോക്കിയിട്ട് കണ്ടില്ല. അതോടുകൂടി ഇവളാച്ചനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. അതോടുകൂടി ഇവൾക്ക് മാനസിക പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, കുറേ പടങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തു. ഇങ്ങനെ നിൽക്കുമ്പോൾ വേറെ നടികളൊക്കെ പറഞ്ഞു, അത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, പോയൊരു പോട്ടെ, നമുക്കതിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. ജീവിതത്തിലൊരു കഷ്ടകാലം നല്ല കാലമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അശ്വതിക്ക്. എന്നാൽ കുട്ടികളുണ്ടായില്ല. അങ്ങനെ അശ്വതി എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിപ്രഷനിൽ നിന്നും ഈ വിഷമത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടീനെ ദത്തെടുത്തു. ചെറിയൊരു കുട്ടീനെ ദത്തെടുത്തിട്ട് കാർത്തിക് എന്നാണ് ആ കുട്ടിയുടെ പേര്. അങ്ങനെ ആ കുട്ടീനെ വളർത്തി. ആ കുട്ടി ജീവിതത്തിൽ വന്നതോട് കൂടിയിട്ട് ഒരു ടെൻഷനൊക്കെ കുറഞ്ഞു, പടങ്ങളൊക്കെ അഭിനയിച്ചു തുടങ്ങി. പക്ഷേ എന്ത് ചെയ്യാം, അപ്പോഴേക്കും സമയം ആകെ വൈകിപ്പോയെന്ന് മാത്രമല്ല ഈ ചാൻസുകളൊക്കെ വളരെയധികം കുറഞ്ഞു. പുതിയ നടിമാരുടെ ഭയങ്കര കുത്തൊഴുക്കല്ല നടക്കുന്നത്. ഇവർ കുറച്ച് നാളുകൾ മാറി നിൽക്കുമ്പോഴേക്കും വേറെ നടികൾ കയറി. അതോടുകൂടി പിന്നെ അശ്വതിക്ക് അസുഖം വന്നു. ഷുഗർ, പ്രഷർ, ടെൻഷനായിട്ട് അടിച്ചിട്ട് അങ്ങനെ പല അസുഖങ്ങളും വന്നു. അതോടുകൂടിയിട്ട് പിന്നെ പലരും സിനിമയിൽ നിന്ന്, ചാൻസുള്ള സിനിമയിൽ നിന്നൊക്കെ കട്ട് ചെയ്തു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രോഗിയാണെന്ന് അറിഞ്ഞോട് കൂടിയിട്ട് പിന്നെ ആരും വിളിക്കാണ്ടായി. അതോടുകൂടിയിട്ട് വളരെയധികം സന്തോഷിച്ച് അധികം ആഗ്രഹിച്ച് മേടിച്ചൊരു വീടുണ്ട് ചെന്നൈയിൽ. ഇനി ഇവിടെ ഞങ്ങൾ ജീവിക്കണമെങ്കിൽ ആ വീട് വിൽക്കണം എന്നുള്ളൊരു സ്ഥിതിയിലേക്കായി. അങ്ങനെ ആ വീട് വിൽക്കണം. ആ വീട് വിറ്റിട്ട് വാടക വീട്ടിലേക്ക് മാറുക. ഇത്രയും നല്ലൊരു നടി, ഇത്രയും പേരുണ്ടായിരുന്ന നടി, എന്നിട്ട് ഈ ദത്തെടുത്ത ആ കാർത്തികേയനെയും കൊണ്ടിട്ട് ഒരു വാടക വീട്ടിലേക്ക് മാറുക. അവിടെ നിന്ന് അങ്ങോട്ട് ദുരിതങ്ങളുടെ പട്ടിണിയുടെ കാലഘട്ടമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മറവി രോഗം വന്നു. അത് കഴിഞ്ഞിട്ട് തലയിനുള്ളിൽ എന്തൊരു ഗ്രോത്ത് വന്നു. പക്ഷെ ഇതിനൊന്ന് ചികിത്സിക്കാനായിട്ടുള്ള പണത്തനം ഒന്നും തികയാണ്ടായി. ആരും വിളിക്കുന്നില്ല. അങ്ങനെ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ മാറാരോഗങ്ങളുടെ കൂടെ അടിമപ്പെട്ടിട്ട് 2012 45-ാം വയസ്സിൽ ചെന്നൈയിലെ രാമചന്ദ്ര ആശുപത്രിയിൽ വെച്ചിട്ട് ആ നടി ഈ ലോകത്തോടു കൂടി വിട പറഞ്ഞു. എന്തല്ലേ, നമ്മുടെ ലാലേട്ടൻ്റെ പ്രിയ നായികയാണ്. അത് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു നായികയാണ്. മുകേഷിൻ്റെ കൂടെ എന്ത് അഭിനയം കാഴ്ചവെച്ച നടിയാണെന്നറിയാം. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ഈ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തായാലും മരിക്കുള്ളൂ, മോനെന്നെ ആരെ നോക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പഠിച്ചോളാം, നന്നായി പഠിച്ച് ഞാൻ നല്ല വലിയ ആളാവാം, അമ്മ മരിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അശ്വതി പറഞ്ഞു, എനിക്ക് എൻ്റെ നാട്ടിൽ എന്നെ മരിച്ചാൽ ഒരിക്കലും ചെന്നൈയിൽ എന്നെ വയ്ക്കാൻ പാടില്ല. ചെന്നൈ എനിക്ക് ദുഃഖം മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്നെ ആന്ധ്രയിലേക്ക് കൊണ്ടുപോകണം.
ആന്ധ്രയിൽ കൊണ്ടുപോയിട്ട് എന്നെ അവിടെ സംസ്കരിക്കണം, എൻ്റെ അവിടെ ശ്മശാനത്തിൽ അടക്കണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു നാട്ടിൽ. അപ്പോൾ എന്ത് ചെയ്യാനാ, മരിച്ചു, ആരും തിരിഞ്ഞു നോക്കാനില്ല. ഇവിടുന്ന് അത് ആന്ധ്രയിലേക്ക് എത്തിക്കാൻ വെച്ചാൽ ഒരുപാട് പൈസ ചിലവാണ്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ നിൽക്കുമ്പോഴാണ് പാർത്ഥിപൻ ഇങ്ങനെ കാര്യം അറിഞ്ഞു. നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു വഴിയില്ലാണ്ട് നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാർത്ഥിപൻ വന്നു. പാർത്ഥിപൻ വന്നിട്ട് ഈ ശവം നേരിട്ട് പാർത്ഥിപൻ്റെ മുൻ കൈയെടുത്ത് പാർത്ഥിപൻ അടക്കം ആന്ധ്രയിലേക്ക് പോകണം. ആന്ധ്രയിലേക്ക് പോയിട്ട് അവിടെ ഭംഗിയായിട്ട് ശവസംസ്കാരമൊക്കെ നടത്തി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട്. അപ്പോൾ ഈ പയ്യനെ ഏറ്റെടുക്കാൻ ആരാളുള്ള? കാർത്തിക് എന്ന് പറഞ്ഞിട്ടുള്ള പയ്യനെ ഏറ്റെടുക്കാൻ ആരുമില്ല. അപ്പോൾ പാർത്ഥിപൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മോൻ എൻ്റെ വീട്ടിൽ വന്നോ, എൻ്റെ കൂടെ നിന്ന്, എൻ്റെ മകനുണ്ട്, എൻ്റെ മകനായിട്ട് നിങ്ങൾ ഒരുമിച്ച് കോളേജിലേക്കോ സ്കൂളിലേക്കൊക്കെ പോകുന്നതിന് ഞാൻ എത്ര വേണമെങ്കിലും പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് പാർത്ഥിപൻ അവിടെ ചെന്നപ്പോൾ ഈ കുട്ടീനെ ഏറ്റെടുക്കാനായിട്ട് അശ്വതിയുടെ വീട്ടുകാർ തയ്യാറായില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അശ്വതിക്ക് കുട്ടികളില്ല, ഇത് ദത്തെടുത്ത കുട്ടിയാണെന്ന് അവർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ ഏറ്റെടുത്തില്ല. അങ്ങനെ പാർത്ഥിപൻ ആ കുട്ടീനെ കൊണ്ടുവന്നു, ചെന്നൈയിലേക്ക് കൊണ്ടുവന്നു. ചെന്നൈയിലേക്ക് കൊണ്ടുവന്നിട്ട് നല്ല പഠിപ്പ് കൊടുത്ത് നല്ല ഒരു സ്ഥിതിയിലേക്ക് ആക്കിയപ്പോൾ. അപ്പോൾ പാർത്ഥിപൻ്റെ ഒരു നല്ലൊരു മനസ്സ് നോക്ക്. അതിനേക്കാളുപരി ഈ പെൺകുട്ടി അശ്വതി എന്ന് പറഞ്ഞ കുട്ടി എത്ര ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടെങ്കിലും ഒരു കുട്ടീനെ ദത്തെടുത്തു. പക്ഷെ ആ ദത്തെടുത്തിട്ട് ആ കുട്ടീനെ വളർത്താനോ നല്ല നിലയിൽ എത്തിക്കാനോ അത് ദൈവം സമ്മതിച്ചില്ല. അതൊക്കെയാണ് വിധി എന്ന് പറയണത്. അപ്പോൾ 45-ാം വയസ്സിൽ മരിച്ചുപോയ ആ സുന്ദരിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ആത്മാവിന് നിത്യശാന്തി നേരെയല്ലാണ്ട് വേറെ ഒരു വഴിയുമില്ല. അപ്പോൾ മോഹൻലാലിൻ്റെ നായിക അശ്വതിക്ക് നമ്മൾ എല്ലാവിധ നല്ല സ്വർഗത്തിൽ സുഖമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.